നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകന്റെ വേദനയെ നെഞ്ചോട് ചേർക്കുകയാണ് നടൻ ജയറാം. വെള്ളിയാമറ്റത്ത് നേരിട്ടെത്തി കുട്ടികളെ സമാധാനിപ്പിക്കാൻ എത്തുകയാണ് ജയറാം. ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകനാണ് സഹായ വാഗ്ദാനവുമായി കുട്ടി കർഷകന്റെ അടുത്തേക്ക് എത്തിയത്. 4-ന് നടത്താനിരിക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിംഗ് പരിപാടി വേണ്ടെന്ന് വെച്ച് അതിനായി മാറ്റിവെച്ച 5 ലക്ഷം രൂപയാണ് മാത്യുവിന്റെ കുടുംബത്തിന് കൈമാറുന്നത്. ജയറാം വന്ന് നേരിട്ട് തൊടുപുഴയിലെത്തി തുക കൈമാറും. ജനുവരി 11-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. പുതുവർഷത്തിലെ ആദ്യ ദിനം വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ കുടുംബത്തിന് സമ്മാനിച്ചത് വൻ ദുരന്തമായിരുന്നു. തീറ്റയായി നൽകിയ കപ്പത്തുലിയിൽ നിന്നും വിഷബാധയേറ്റ് 5 കറവ പശുക്കളടക്കം 13 കന്നുകാലികളാണ് ചത്തത്. ഇവരിലേക്കാണ് സമാധാനവും പ്രതീക്ഷയും ആശ്വാസവുമായി ജയറാം എത്തുന്നത്. കുട്ടി കർഷകരായ കിഴക്കേപ്പറമ്പിൽ മാത്യുവിനും ജോർജിനും പുതുവർഷ പുലരി സമ്മാനിച്ചത് തീരാ നഷ്ടവും നെഞ്ചു തകരുന്ന വേദനയുമാണ്. ഇവർ അരുമയായി വളർത്തിയിരുന്ന 13 കന്നുകാലികളാണ് ഒറ്റ ദിവസം കൊണ്ട് കുഴഞ്ഞു വീണ് ചത്തത്. ഇതിൽ കറവയുണ്ടായിരുന്ന 5 പശുക്കളും ഉൾപ്പെടും. വെള്ളിയാമറ്റം കിഴക്കേപ്പറമ്പിൽ കുടുംബത്തിന്റെ വേദന താനും അനുഭവിച്ചതാണെന്ന് ജയറാം തുറന്നു പറഞ്ഞു. മികച്ച ക്ഷീര കർഷകനുള്ള അവാർഡ് 1-ലേറെ തവണ ജയറാമിന് കിട്ടിയിട്ടുണ്ട്. 7 വർഷമായി ക്ഷീരവകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് ജയറാം. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കെ ചിഞ്ചുറാണി വേണ്ടത് ചെയ്യുമെന്ന് ജയറാം വിശ്വസിക്കുന്നു. അതിനപ്പുറം ആ കുടുംബത്തിന്റെ വേദന ഏറ്റെടുത്ത് സഹായം ഉറപ്പിക്കുകയാണ് ജയറാം. വെള്ളിയാമറ്റത്തെ കുട്ടി കർഷകന് താങ്ങാവാനുള്ള കാരണവും ജയറാം വ്യക്തമാക്കുന്നു. ജയറാമിന്റെ ഫാമിലിയിലും 6 വർഷം മുൻപ് സമാനമായ ദുരന്തമുണ്ടായി. 22 പശുക്കളാണ് അന്ന് മരിച്ചത്. ജയറാമും പാർവതിയും പശുക്കൾ ഓരോന്നും ചത്തു വീഴുന്നത് കണ്ട് പൊട്ടിക്കരഞ്ഞു. വിഷബാധയാണ് പശുക്കളുടെ ജീവനെടുത്തതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സ്വന്തം മക്കളെ പോലെ വളർത്തിയ പശുക്കളായിരുന്നു അന്നവിടെ മരിച്ചു വീണത്. അതുകൊണ്ട് തന്നെ വെള്ളിയാമറ്റത്തെ വേദന താനും അറിഞ്ഞതാണ്. ഞാൻ അനുഭവിച്ച വേദനയാണ് അവർ ഇപ്പോൾ അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കൊപ്പം ഇരുന്ന് ആശ്വസിപ്പിക്കാനായി അങ്ങോട്ട് പോകുന്നതെന്നും ജയറാം പറയുന്നു. പശുക്കളും കിടാങ്ങളും ഒന്നിനു പിറകെ ഒന്നായി ജീവൻ വെടിയുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നോക്കി നിൽക്കാൻ മാത്രമേ കുട്ടി കർഷകൻ മാത്യു ബെന്നിക്കും കുടുംബാംഗങ്ങൾക്കും സാധിച്ചുള്ളൂ. സങ്കടം സഹിക്കാനാവാതെ വന്നതോടെ മാത്യുവും അമ്മ ഷൈനിയും സഹോദരി റോസ്മേരിയും തളർന്നുപോയി. ശാരീരികാസ്വസ്ഥത പ്രകടിപ്പിച്ചതോടെ ഇവരെ മൂലമറ്റത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. അപ്പോഴും അവരുടെ വേദന മാറിയില്ല. ഇതിന് ആശ്വാസമേകാനാണ് ജയറാം നേരിട്ടെത്തുന്നത്. സൈനൈഡ് അമിതമായ അളവിൽ ഉള്ളിലെത്തിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കണ്ടെത്തി. കൂട്ടുകാരെ പോലെ ഓരോ പശുവിനെയും കിടാങ്ങളെയും പേര് ചൊല്ലിയായിരുന്നു മാത്യു വിളിച്ചിരുന്നത്. കൊച്ചുറാണിയും ഐശ്വര്യറാണിയും മഹാറാണിയും ഇരട്ടകളായ പൊന്നുവും മിന്നുവും മറിയാമ്മയും മാർത്തയും കണ്ണാപ്പിയുമെല്ലാം മാത്യുവിനും സഹോദരൻ ജോർജിനും പ്രിയപ്പെട്ടവരായിരുന്നു. വെറും വളർത്തു മൃഗങ്ങൾക്കപ്പുറം കുടുംബാംഗങ്ങളെ പോലെയാണ് ഇവർ പരിഗണിച്ചിരുന്നത്. വിഷബാധയേറ്റ 5 കന്നുകാലികളുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 3 നിലയിൽ പ്രതീക്ഷയില്ലെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 8 പശുക്കളും 8 കിടാങ്ങളും 6 മൂരികളും ഉൾപ്പെടെ ആകെ 22 കന്നുകാലികളാണ് ഫാമിൽ ഉണ്ടായിരുന്നത്. മാത്യുവിന് 13 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ബെന്നിയുടെ മരണം. മരണശേഷം പശുക്കളെ വിൽക്കാൻ തീരുമാനിച്ചുവെങ്കിലും മാത്യുവിനെ കടുംപിടുത്തത്തിന് മുൻപിൽ വീട്ടുകാർക്ക് വഴങ്ങേണ്ടി വന്നു. പശുക്കളെ വിറ്റില്ല. മാത്യു ആണ് അന്നു മുതൽ പ്രധാന പശു പരിപാലകൻ. ജ്യേഷ്ഠൻ ജോർജും അമ്മ ഷൈനിയും സഹോദരിയും റോസ്മേരിയും സഹായിക്കും. നല്ല നിലയിൽ ഫാം നടന്നു വരുമ്പോഴാണ് പച്ചക്കപ്പ ഉണക്കി നൽകുന്ന സ്ഥലത്തു നിന്നും കപ്പത്തൊലി വാങ്ങി ഇവയ്ക്ക് നൽകിയത്. ഇത് വൻ ദുരന്തമായി. ഇത് കഴിച്ചതോടെ പശുക്കൾ ഒന്നൊന്നായി കുഴഞ്ഞു വീണു. നുരയും പതയും വായിലും മൂക്കിലും വന്ന് കൈകാലിട്ടടിച്ച് ചാവുന്ന പശുക്കളെ നോക്കി വേദനയോടെ മാത്യു നിന്നു. ഇൻഷുറൻസ് തുകയിലുണ്ടായ ഭീമമായ വർധന കാരണം കന്നുകാലികളെ ഇൻഷുറൻസ് ചെയ്യാൻ മാത്യുവിനും കുടുംബത്തിനും സാധിച്ചിരുന്നില്ല. ഇത്തരമൊരു ദുരന്തം അവർ പ്രതീക്ഷിച്ചിരുന്നുമില്ല. 800 രൂപ മാത്രമുണ്ടായിരുന്ന ഇൻഷുറൻസ് തുക 6000 രൂപയാക്കി ഉയർത്തിയതാണ് ഇവർക്ക് തിരിച്ചടിയായത്. ഇതെല്ലാം മനസ്സിലാക്കിയാണ് ജയറാം ഇടപെടലിന് വരുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മാത്യു ബെന്നിയെ തിങ്കളാഴ്ച ഉച്ചയോടെ മന്ത്രി ജെ ചിഞ്ചുറാണി വിളിച്ച് ആശ്വസിപ്പിക്കുകയും സഹായ വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിളിച്ച സഹായങ്ങൾ ഉറപ്പു നൽകി. PJ ജോസഫ് MLA വീട്ടിലെത്തി ആശ്വസിപ്പിച്ചു. മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ ജയൻ നേരിട്ടെത്തി വീട്ടിലുണ്ടായിരുന്ന സഹോദരൻ ജോർജിനെ കാണുകയും ആദ്യഘട്ട സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.